ഈ പരപ്പനങ്ങാടിയിലുണ്ടായ ഈ ഗണ്ണന പ്രസംഗം കൊണ്ട് ഏറ്റവും വലിയൊരു നേട്ടം എന്താ വെച്ചാൽ, ഈ മർക്കസ് ദഅവ ഏതൊരു തൗഹീദാണ് ഇവിടെ വലിയ കാര്യത്തിൽ കൊണ്ടു നടന്നത്, അതിവിടെ നമ്മളാണ് തീരുമാനാക്കി കൊടുത്തു. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, അബോധികമായ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല എന്ന് ഞങ്ങൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അബോധിക ശക്തി അല്ലാഹു മാത്രം തന്നെയാണ്. അന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞു? അതൊക്കെ ഈ പരപ്പനങ്ങാടി കണ്ണണം കൊണ്ട് നിങ്ങളുടെ തൗഹീദ് ഇതവിടെ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. അതുകൊണ്ട് മർക്കസ് ദഅവ പിരിച്ചിട്ടിട്ട് ഇവിടെ വന്നോളി. എന്താ നിങ്ങൾ കാര്യമായിട്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി പറഞ്ഞ തൗഹീദ് എന്താ? അബൗദികമായ ശക്തി അള്ളാഹു മാത്രം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് സഹായം ചെയ്യാനോ ഉപദ്രവിക്കാനോ അള്ളാഹുനല്ലാതെ സാധ്യമല്ല. അത് നിങ്ങൾ പറഞ്ഞു ജിന്ന് കാര്യകാരണബന്ധത്തിന് പുറത്താണ്, അതുകൊണ്ട് സിഹിറുണ്ട്, അതുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമി സെൻസീന് കൊടുത്തത് പിന്നെ മൗലവിഭാഗം മുശ്രിക്കുകളാണ്. കാരണം അവർ അദൃശ്യ ശക്തികളായ ജിന്നുകൾ അള്ളാഹുവിനെ പോലെ തന്നെ ഗൈബാണ്. അവരുടെ ശക്തി അദൃശ്യമാണ്, കാര്യകാരമെന്നൊക്കെ അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്ന ശിർക്കാണ്. ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ഗണ്ണന പ്രസംഗം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ നല്ല പ്ലേറ്റ് മാറ്റിയാണ്. അലിമദിനി കേട്ടോളി നിങ്ങൾ. 36-ാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി വൈബിയായി മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായി അസാധാരണമായി നമ്മെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമെന്ന് KNM മർക്കസു ദഅവ എവിടെയെങ്കിലും പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിലല്ലേ തൗഹീദിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അലിമദിനി, നിങ്ങളെ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരണം. നിങ്ങൾ ഇവിടെ നിന്ന് തൽക്കാലം കഴിച്ചിലാകാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഒരു പറഞ്ഞത്? അബൗദികമായ ശക്തി അഥവാ കാര്യകാരണബന്ധത്തിന് അപ്പുറമുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമല്ല എന്ന് എവിടെയാണ് മർക്കസ് ദഅവക്കാർ പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടില്ല. ശബാബിലുണ്ട്, നിങ്ങൾ യുവതന്റെ പുസ്തകത്തിലുണ്ട്. എത്ര തവണ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. ഇതാ 2019 ജൂലൈ മാസത്തിലെ ശബാബ്. എന്താ ഹെഡിങ് അറിയോ? അബൗദിക ശക്തി അല്ലാഹു മാത്രമോ. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അബൗദിക ശക്തിയാണ്, അല്ലല്ലാത്തതും അബൗദിക ശക്തിയുണ്ട്. എന്താ അതിൽ ലേഖനം? അലിമദിനി ശരിക്കും കേട്ടോ. ഭൗതിക ശക്തിയായി ഏകനായ അള്ളാഹും അബൗദിക ശക്തിയായി ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇത് അൽ ഇസ്ലാമിലെ ഒരു ലേഖനത്തിന്റെ കോട്ടിങ് അത് ഇസ്ലാം സിനിമ എടുത്തു കൊടുക്കാൻ. ഇതിനുപരി പറയാം, അബൗദികവും അദൃശ്യവുമായ ശക്തി അള്ളാഹു മാത്രമാണ്. മലക്കുകളും ജിന്നുകളും ദൃശ്യവും ഭൗതികവുമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. വിജനമായ പ്രദേശത്തകപ്പെട്ട മനുഷ്യൻ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടിയാൽ ആ സഹായത്തെ ശിർക്കെല്ലാം സ്ഥാപിക്കാൻ ജിന്നുവാദികൾ കണ്ടുപിടിച്ച പുതിയ ആദർശമാണിത്. ഏത്? ജിന്നും അബൗദിക ശക്തി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നത് ജിന്നുവാദികൾ കണ്ടെത്തിയ പുതിയ വാദമാണ്. അതാണ് നിങ്ങൾ ആദ്യം എഴുതിയത്. ഇപ്പൊ ഇവിടെ ഗണ്ണനങ്ങൾ നടന്നപ്പോ നിങ്ങൾക്ക് ഭൗതിക അബൗദികവും കാര്യകാരം ശരിക്കാണ് തിരിഞ്ഞപ്പോ നമ്മളോട് ചോദിക്കാണ്, എവിടെയാണ് മർക്കസ് ദഅവ എഴുതിയത്? എന്നാ പിടിച്ചോ, ശബാബിലാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം സലാസുല്ലമി നിങ്ങളെ പഠിപ്പിച്ച തൗഹീദ് നിങ്ങൾ തോട്ടിലേക്ക് അറബിക്ക് വഴപ്പനങ്ങാടിലേക്ക് കടപ്പുറത്ത് പോയി വലിച്ചോണ്ട് എറിഞ്ഞാളി.